ഇണക്കിളിക്കൂട്ടം ഭാഗം 15. ഭൂപതിക്കോട്ടയിലിരിക്കുകയായിരുന്നു അനന്തവും അനുവും. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, കരഞ്ഞുകൊണ്ട് അതിന് പറഞ്ഞു. അനന്തു അവളുടെ അരികിലേക്ക് ചെന്നു. അനു, നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇന്ന് എന്നെയും കൊണ്ട് അവിടെ പോയിരുന്നില്ലെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ തെറ്റി എന്തേതും കൂടിയാ. ഞാൻ നിന്നോട് അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. അത് കേട്ട് തെറ്റിദ്ധരിച്ചില്ലേ അവരങ്ങനെയൊക്കെ പെരുമാറിയത്. ഏതായാലും എല്ലാം നല്ലതിനാണെന്ന് കരുതാം. അയാൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. 6 മാസത്തിനകം നമ്മുടെ ബന്ധം വീട്ടുകാരെ കൊണ്ട് അംഗീകരിപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 60 വർഷമായിട്ട് തീരാത്ത കുടിപ്പക എങ്ങനെയാണ് നമ്മൾ 6 മാസം കൊണ്ട് അവസാനിപ്പിക്കുന്നത്? അവൻ ഉത്കണ്ഠയോട് ചോദിച്ചു. നീ ടെൻഷനാവാതെ. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒരിക്കലും കൈവിടാത്തവളാണ് ആ ദേവി എന്നല്ലേ പറഞ്ഞത്. നമ്മുടെ സ്നേഹത്തിൽ നമുക്ക് വിശ്വാസമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ദേവി തന്നെ എന്തെങ്കിലും മാർഗം കാണിച്ചു തരും. കരഞ്ഞുകൊണ്ട് അനു അവനെ കെട്ടിപ്പിടിച്ചു. അനന്തവേട്ടന് എന്തൊക്കെ സംഭവിച്ച പിന്നെ ഈ അനുരാധി ഉണ്ടാവില്ല. ആ ദേവിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. അനന്ത അവളെ പിടിച്ചെഴുതി. അനു, അങ്ങനെയൊന്നും പറയരുത്. എല്ലാം ശുഭമായി തന്നെ അവസാനിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം. നീ കണ്ണു അടയ്ക്കേ. അനു കണ്ണുകൾ തുടച്ചു. അനന്തു വാച്ചിലേക്ക് നോക്കി. ഓ, സമയം 4 വീണിയും വരാറായി. ഞാൻ ചെല്ലട്ടെ, നീ വീട്ടിലേക്ക് വയ്ക്കും, അനന്ത് പറഞ്ഞു. അനു അവൻ്റെ കൈ മുറുകെ പിടിച്ചു. അനന്ത് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ 2 കവിളിലും പിടിച്ചു നെറ്റിയിൽ പതിയെ ചുംബിച്ചു. എൻ്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റാണ്, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അതും പറഞ്ഞ് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൻ അകന്നു പോകുന്നത് വേദനയോടെ അവൾ നോക്കി നിന്നു. വീട്ടിലെത്തിയത് മുതൽ വീണയാകെ പരിഭ്രമത്തിലായിരുന്നു. അഞ്ജുവിൻ്റെ കാര്യം അനന്തവീടിനോട് പറയണോ വേണ്ടേ എന്ന ചിന്തയിലായിരുന്നു അവൾ. ഈ വിവരം അറിഞ്ഞാൽ അനന്ത് ഉറപ്പായും പ്രശ്നമുണ്ടാക്കും എന്നത് സത്യമാണ്. തൽക്കാലം അഞ്ജുവിനോട് നേരിട്ട് സംസാരിച്ച് നോക്കാം. വീണി അഞ്ജുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. വീണിയെ കണ്ടതും അവൾ ആദ്യം ഒന്ന് പരുങ്ങി. നീ ഇന്ന് എവിടെ പോയതായിരുന്നു? അവൾ ഗൗരവത്തോടെ ചോദിച്ചു. അത് പ്രൊജക്റ്റ് റെസ്റ്റോറൻറ്റിലായിരുന്നോ? പ്രൊജക്റ്റ് ഡിസ്കഷൻ ആട്ടെ, ആരോടാ പോവാ നീ പോയത്? അത് രാധികയോടൊപ്പം. വീണയുടെ മുഖം ചുവന്നു. രാജു എന്നു മുതലാടി രാധികയായത്? അഞ്ജു ഒന്ന് ഞെട്ടി. എടി, അവരാരാണെന്ന് നിനക്കറിയാമോ? പെൺപിള്ളേരെ എല്ലാം വല വീശി പിടിക്കുന്ന ഒരു ഫ്രോഡാണ് അവൻ. അത് കേട്ടതും അഞ്ജുവിന് ദേഷ്യം വന്നു. ചേച്ചി, വെറുതെ രാജുവേട്ടനെ കുറിച്ച് അനാവശ്യം പറയരുത്. എനിക്കറിയാം അദ്ദേഹത്തെ നന്നായിട്ട്. നിനക്ക് എന്തറിയാമെന്നാ? അവരെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. അനന്തവേട്ടനെങ്ങാനും ഇത് അറിഞ്ഞാൽ നിന്നെ വെച്ചിക്കില്ല. അതുകൊണ്ട് നിർത്തിക്കോണം, ഇന്ന് തന്നെയല്ല. അതും പറഞ്ഞ് വീണി നടന്നു. ഒന്ന് നിൽക്കണം ചേച്ചി. എന്നോട് കൽപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ചേച്ചിയുടെ തോന്നിയ അവസാനിപ്പിക്കുക. വീണി ഒന്ന് ഞെട്ടി. അഞ്ജു, അലറണ്ട. ചേച്ചി ആരുടെ ഒപ്പമാണ് അവിടെ വന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതറിഞ്ഞാൽ ദേവർമഠത്തിൽ നിന്ന് കത്തു എന്ന് തന്നെ എനിക്കറിയാം. അതുകൊണ്ട് വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും, ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും. അതിലൊന്നും ആരും ഇടപെടാൻ നിൽക്കണ്ട, കേട്ടല്ലോ? അതും പറഞ്ഞ് അഞ്ജു നടന്നു. വീണ് ആശങ്കയോടെ അവളെ നോക്കി നിന്നു. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് വീണ് മനമൊരുക്കി പ്രാർത്ഥിച്ചു. ഈശ്വര, അഞ്ജുവിന് നീ നല്ല ബുദ്ധി തോന്നിക്കണേ. അവളിപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന വലയിൽ നിന്നും അവളെ രക്ഷിക്കണേ, അവൾ പറഞ്ഞു. വീണി എന്ന് വിളി കേട്ട് അവൾ കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കി. അനുരാധയും സീതയും സുധയും ശിഖയും അവരുടെ അരികിലേക്ക് വന്നു. എല്ലാവരും ഉണ്ടല്ലോ, ഇതെന്താ വല്ല വിശേഷമുണ്ടോ? എല്ലാവരെയും കൂടി ഒരുമിച്ചേണ്ടതുകൊണ്ട് ചോദിച്ചതാ, വീണി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അനു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഞങ്ങളും പോരാന്ന് വെച്ച്. കുറേയായി അമ്പലത്തിലൊക്കെ വന്നിട്ട്, സീത പറഞ്ഞു. അപ്പച്ചിയുടെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, സുധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പച്ചി ഒന്ന് കാണാൻ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അറിയാലോ, അന്ന് വരുണേട്ടനൊരു ലിഫ്റ്റ് തന്നതിൻ്റെ പേരിലുണ്ടായ പുകിലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, വീണി പറഞ്ഞു. സാരമില്ല മോളെ, എല്ലാം അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ, സുധ പറഞ്ഞു. അമ്മയ്ക്കൊക്കെ സുഖമല്ലേ മോളെ? സീത ചോദിച്ചു. അമ്മയും പറഞ്ഞിരുന്നു അപ്പച്ചി കാണണമെന്ന്. ബസുമതി തങ്കത്തൊക്കെ കാണാഞ്ഞിട്ട് കുറേയായി കാണാഞ്ഞിട്ട്. അവരോട് അന്വേഷിച്ചതായി പറഞ്ഞേക്ക്. ശരി, നീ തൊഴുതോ വീണി? അന്നെ തിരക്കി. എന്നാൽ ഞങ്ങൾ തൊഴട്ടെ. അവർ നടന്നു. ശരി, ഞാനിന്ന് നടക്കാം, വേഗം വരാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോന്നത്. ശരി, വീണി പുറത്തേക്ക് നടന്നു.
പടി കടന്ന് വേണി തേവർമഠം തറവാട്ടിലേക്ക് കടന്നു. വരാന്തയിലേക്ക് കയറിയത് വസുമതി അവിടേക്ക് വന്നു. ആ, നീ എത്തിയോ? എന്താ മോളെ ഇത് താമസിച്ചത്? തിരക്കുണ്ടായിരുന്നോ? അത്യാവശ്യം. പിന്നെ അമ്പലത്തിൽ വെച്ച് അനുവിനെയും സീതമ്മയെയും സുധാൻ്റിയൊക്കെ കണ്ടു. അവരെല്ലാവരോടും അന്വേഷിച്ചതായി പറഞ്ഞു. വസുമതിയുടെ മുഖം വിടർന്നു. ആണോ? അല്ല, സുധയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പത്മ അവിടേക്ക് വന്നു. എന്താ രണ്ടാളും കൂടി ഒരു ചർച്ച? പത്മ ചോദിച്ചു. ഒന്നുമില്ല. അമ്പലത്തിൽ വെച്ച് സുധിയും സീതയും കണ്ട കാര്യം പറഞ്ഞതാ. ഓ, സുധിയുടെ അസുഖമൊക്കെ മാറിയല്ലേ? നന്നായി. അവിടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പത്മ പറഞ്ഞു. എനിക്കും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു നാൾ ഈ വഴക്കൊക്കെ അവസാനിച്ച് ഇരു കുടുംബങ്ങളെ സന്തോഷത്തോടെ കഴിയണമെന്ന എൻ്റെ പ്രാർത്ഥന, പത്മ പറഞ്ഞു. വീണയുടെ മുഖം വല്ലാതായി. നോക്കാം. അല്ല, അഞ്ചു പോയതാ? വസുമതി ചോദിച്ചു. ആ, അവളുടെ ഫ്രണ്ടില്ലേ നിമിഷ, അവളുടെ ബർത്ത്ഡേയോ മറ്റോ ആണത്രേ, പത്മ പറഞ്ഞു. വീണി ഒന്ന് സംശയിച്ചു. ഈശ്വര, അവൾ ബർത്ത്ഡേക്ക് തന്നെ ആവുമോ പോയിരിക്കുക? ഇനി ആ രാജുവിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയതായിരിക്കുമോ? അവളുടെ നെഞ്ചിടിപ്പേറി. അവൾ തനിച്ചാണോ ചെറിയമ്മായി പോയത്? അല്ല, രേണു ഗീതമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. വേണ്ടി തല കുളിക്കും. ആ, നീ ചെന്ന് വേഗം വേഷം മാറ്റി വാ, കാപ്പി കുടിക്കാം, വസുമതി പറഞ്ഞു. വീണി അകത്തേക്ക് നടന്നു. മുറിയിലേക്ക് പോകവെയാണ് ഈ ലാൻഡ് ഫോൺ അടിച്ചത്. വീണി ചെന്ന് ഫോൺ എടുത്ത് നോക്കി. ഹലോ, ഇത് അഞ്ജുവിൻ്റെ വീടല്ലേ? ഒരു പെൺകുട്ടിയുടെ ശബ്ദം. അതെ, ആരാ? ഞാൻ രേണുവാണ് സംസാരിക്കുന്നത്. ഓ, മനസ്സിലായി, അഞ്ജുവിൻ്റെ ഫ്രണ്ടല്ലേ? വീണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, വീണി ചേച്ചിയാണോ? ആ, എന്താ രേണു വിളിച്ചത്? ഒന്നുമില്ല, അഞ്ജുവിനൊന്ന് ഫോൺ കൊടുക്കാമോ? എനിക്കൊരു കാര്യം ചോദിക്കാനാ. രേണുവിൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു. അഞ്ജുവിന് ഫോൺ കൊടുക്കാനാ? അപ്പോൾ രേണു അവളുടെ ഒപ്പം പോയില്ലേ? പോകാനോ? എങ്ങോട്ട് പോകാൻ? അവൾ മനസ്സിലാവാൻ ചോദിച്ചു. അല്ല, നിമിഷയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അത് അടുത്ത ആഴ്ചയില്ലേ? അതിനിപ്പോഴേ പോകേണ്ട ആവശ്യം എന്താ? മാത്രമല്ല, അവരൊക്കെ നാട്ടിൽ പോയിരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ വരൂ. വീണയാക്കി സ്തംഭിച്ചു നിന്ന്. ഹലോ ചേച്ചി. ശബ്ദമൊന്നും കേൾക്കാതിരിക്കുന്നത് കൊണ്ട് അവൾ വിളിച്ചു. വീണ ചിന്തയിൽ നിന്നും വിട്ടു നിന്ന് ഹലോ, അവളവിടെ ഇല്ലേ? ഇല്ല, അവൾ പുറത്തു പോയിരിക്കുക. വന്നാൽ ഞാൻ പറയാം. ശരി, അവൾ വന്നാൽ എന്നൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതി. വീണ യാന്ത്രികമായി ഫോൺ വെച്ച് മുറിയിലേക്ക് നടന്നു. സംശയിക്കണ്ട, അവൾ പോയിരിക്കുന്ന രാജുവിനൊപ്പമാണ്. ദൈവമേ, എങ്ങനെ അവളെ ഒന്ന് രക്ഷിക്കൂ? വീട് ടെൻഷനോടെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല, എല്ലാ സത്യവും അനന്തവേട്ടനോട് തുറന്ന് പറയുക. അവൾ ഫോൺ എടുത്തു. വേണ്ട, ഈ വിവരം അനന്തവേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അനന്തവേട്ടൻ്റെ പ്രതികരണം ഭീകരം തന്നെ ആയിരിക്കും. വരുണേട്ടനെ വിളിച്ച് വിവരം പറയാം. വരുണേട്ടൻ അനന്തവേട്ടനോട് പറയട്ടെയല്ലോ. അവൾ ഫോണെടുത്ത് വരുണിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അനന്ത് ദേഷ്യത്തോടെ അലറി. വീണി ആകെ പേടിച്ച് മുഖം കൊണിച്ചിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴാണോ നീ ഇത് എന്നോട് പറയുന്നത്? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അനന്തവേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ, വീണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? ഈ അവസാന നിമിഷം എന്ത് ചെയ്യാനാ? എങ്ങനെയാണ് അവളെ കണ്ടുപിടിക്കുന്നത്? അനന്ത് ടെൻഷനോട് പറഞ്ഞു. എന്നെ വിഷമിക്കാത്ത അനന്തു, അവൻ അഞ്ജുവിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് അറിയാനൊരു വഴിയുണ്ട്. വരുൺ പറഞ്ഞു. എന്ത് വഴി? സ്റ്റീഫനെ പൊക്കണം. അവനെ പൊക്കിയാൽ കാര്യങ്ങളൊക്കെ മണി പോലെ അറിയാൻ കഴിയും, വരുൺ പറഞ്ഞു. അനന്ത് മൂളി. രാജുവിൻ്റെ വലം കൈയായ സ്റ്റീഫനെ ഇരുവരും ചേർന്ന് പൊക്കി. 2 പേരുടെയും മടികൊണ്ട് അവൻ നിലവിളിച്ചു. അയ്യോ, എന്നെ തല്ലല്ലേ, ഞാൻ എല്ലാം പറയാം. അപ്പോൾ കരഞ്ഞുകൊണ്ട് കീണു. എന്നാ പറ, എൻ്റെ അനിയത്തിയും കൊണ്ട് അവൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അനന്ത് ദേഷ്യത്തോട് ചോദിച്ചു. അത് രാജുവിൻ്റെ അച്ഛൻ്റെ റിസോർട്ടിലേക്കാണ്, റൂം നമ്പർ 28. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വരുൺ വാ. അനന്ത് വരുണിനെയും വിളിച്ച് ഓടി. റിസോർട്ടിൽ
വണ്ടി നിന്നപ്പോഴേ അഞ്ജുവിന് എന്തോ പന്തികേട് തോന്നി. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അത് നിനക്കല്ലേ എന്നോട് എന്തൊക്കെയോ പറയണം എന്ന് പറഞ്ഞത്? അതിൻ്റെ സ്വത്തായ ഒരു സ്ഥലത്തേക്ക് വന്നു. അതെ, പക്ഷെ ഇവിടെ നമുക്ക് വല്ല പാർക്കിലും മറ്റും പോയാൽ പോരെ? അവൾ ആവലാതിയോട് ചോദിച്ചു. മതി, പക്ഷേ അവിടെ എത്ര പ്രൈവസി കിട്ടില്ല. ഇനി അന്നത്തെ പോലെ നിൻ്റെ വേണി ചേച്ചിയെ മറ്റും കണ്ടാലോ? അവൾക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി. നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, വാ. അവൻ തോളിലോട്ട് കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് നടന്നു. അഞ്ജുവിൻ്റെ ഹൃദയമെടുപ്പ് കൂടാൻ തുടങ്ങി. ഇരുവരും നടന്ന് മുറിയിലെത്തി. അകത്ത് കയറിയതും രാജു വാതിലടിച്ചു. അഞ്ജു ഞെട്ടി. എന്തിനു വാതിലടിച്ച്? പിന്നെ ഇത് തുറന്നു വെച്ചാൽ ആരെങ്കിലും കയറി വന്നാളോ? അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. അവൻ അവളെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. എനിക്ക് എന്തുപോലെ തോന്നുന്നു, നമുക്ക് പോവാം. അവൾ വാതിൽ തുറക്കാനൊരുങ്ങിയതും അവൻ തടഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ? ഇതിനാണോ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്നുമില്ലേലും ഇത്രയും നാളും പിന്നാലെ നടന്നതിനും ബൈക്കിൽ ചുറ്റിയടിച്ചതിനും സമ്മാനങ്ങളൊക്കെ വാങ്ങിത്തന്നതിനുമൊക്കെ ഒരുപാട് ചിലവായതാ. അതൊക്കെ മുതലാക്കിയിട്ടേ നിന്നെ ഞാൻ വിടൂ. അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. രാജു, എന്തൊക്കെയാ പറയുന്നത്? അവൾ പേടിയോട് ചോദിച്ചു. അവൻ വല്ലാത്തൊരു ചിരി ചിരിച്ചു. പിന്നെ കൈനീട്ടി അവളുടെ കവിളിൽ ആഞ്ഞടിച്ച് അവൾ തെറിച്ച് നിലത്ത് വീണു. ഒരു രാക്ഷസനെ പോലെ അവൻ അവളുടെ മുന്നിൽ നിന്ന്. നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയത്? നിൻ്റെ ചന്തം കണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയി എന്നാ? നിന്നെക്കാളും ചന്തമുള്ള അവൾമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അവരെയൊക്കെ എൻ്റെ ആവശ്യം കഴിയാതെ ഇവിടുന്ന് വിട്ടിട്ടുമില്ല. പിന്നെ നിന്നെ എനിക്ക് വിടാൻ പറ്റുമോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രാജു, അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? വേണി ചേച്ചി പറഞ്ഞതെല്ലാം സത്യമായിരുന്നല്ലേ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അതെ, ആനന്ദിൻ്റെ അനിയത്തിയാണ് നീയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. അവനോട് പ്രതികാരം തീർക്കാൻ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നീ മതി, ഇന്നത്തോടെ എൻ്റെ എല്ലാ വേദനകളും ഞാൻ അവസാനിപ്പിക്കും. അതും പറഞ്ഞ് അവൻ അവളുടെ നേരെ നടന്നു. എന്നൊന്നും ചെയ്തത്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. തുടരും.